ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനുവേണ്ടി ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് നുറുക്ക് ഗോതമ്പ് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഏകദേശം ഒരു 1/4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. ചില കട്ടില്ലാത്ത നുറുക്ക് ഗോതമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് കട്ടിയായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം നന്നായി ട്രെയിൻ ചെയ്തെടുത്ത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഗോതമ്പിൻ്റെ തിക്നെസ്സിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കട്ടിയുള്ളൊരു നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു 3 വിസിലാകുമ്പോൾ എടുത്ത് നോക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 800 ഗ്രാം ശർക്കരയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഉരുക്കിയെടുത്ത് നമുക്ക് തണിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ കുക്കായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളൊരു വേവാണ് കേട്ടോ. അതുപോലെ അടിയിലൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ടൊന്ന് നുറുക്ക് ഗോതമ്പിലേക്ക് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തേങ്ങയുടെ 1-ാം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാലായതുകൊണ്ട് നമുക്കിത് കൂടുതൽ ടൈം തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ്. താങ്ക് യു.